ഏത് ഈ വീടോ? ഈ വീടിനൊന്നും പറ്റിയില്ല. ഇത് വയനാട് ചൂരൽമലയിൽ നമ്മൾ ഒന്നാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം രണ്ടാമത്തെ പാർട്ട് അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടതിനേക്കാൾ ഭയാനകമായ കാഴ്ചയാണ് സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. തകർന്ന് തരിപ്പണമായ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിരിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ചൂരൽമലയുടെ പുറകു വശത്തേക്ക് കുറച്ച് മുകളിലോട്ടൊന്ന് പോയി കുറച്ച് സ്ഥലം കൂടി കാണാമെന്ന് വിചാരിച്ചാണ് ഈ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നത്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കണ്ടതെന്ന് വെച്ചാൽ ബെയിലി പാലത്തിൻ്റെ അടുത്ത് നിന്ന് കണ്ടതിനേക്കാളും ഭയാനകമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. എത്രയോ മരങ്ങൾ ഒലിച്ചു വന്നിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ അടിയിലും ഇല്ലേ ബിൽഡിംഗ് ഒന്നായിട്ട് തകർന്ന് തരിപ്പണമായ ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. ആ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കാഴ്ച നോക്ക്. മരങ്ങളെല്ലാം വന്നിട്ട് അങ്ങനെ തന്നെ കിടക്കുന്നത്, മുറിഞ്ഞ് വീണിട്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ നില കംപ്ലീറ്റ് നോക്ക്. ഒരു ഓട്ടുപാത്രവും കാര്യങ്ങളും മരങ്ങൾ എത്ര ശക്തിയിൽ വന്ന് പതിച്ചതായിരിക്കും. കല്ലുകളെല്ലാം നോക്ക്. ഞാൻ നേരത്തെ അപ്പുറത്തുനിന്ന് കാണിച്ചൊരു വ്യൂ ആണ് ഇപ്പുറത്തുനിന്ന് കണ്ട്. ഇപ്പുറത്തുള്ള ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടോ? നന്നായിട്ട് വന്ന കല്ലുകൾ കണ്ണ് നിറയാതെ കാണാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് നമ്മൾ ചൂരൽമലയിലെ കാഴ്ച കാണുമ്പോൾ. ഇപ്പോഴത്തെ ഈ സ്ഥിതി ഉണ്ടല്ലോ, ഈ ഒരു ബിൽഡിങ്ങൊക്കെ നോക്കി നോക്ക്. ഇതിൻ്റെ ഉള്ളിലൊക്കെ താഴത്തെ നിലയെല്ലാം കംപ്ലീറ്റ് പോയ ഇവിടുത്തെ മരങ്ങളൊക്കെ എത്രയോ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ. മൃഗങ്ങൾക്കൊക്കെ നേരത്തെ മുന്നറിയിപ്പ് ഇടും. ഒരുപാട് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാകില്ല. അവരൊക്കെ ആ മൃഗങ്ങൾക്കൊന്നും പറ്റാതെ മൃഗങ്ങളൊക്കെ രക്ഷപ്പെട്ടു തന്നില്ല. മൃഗങ്ങൾക്കൊക്കെ മുന്നേ വിളിയാളം ഉണ്ടാവും എന്ന് പറയാം. അവർക്കൊക്കെ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശം മൊത്തം കല്ലുകൾ കാണുന്നുണ്ട് നിങ്ങൾ. ആ കല്ലുകൾ നോക്കി നോക്ക്, അങ്ങോളം മേലോളം. ഇവിടുത്തെ ഈ ഒരു വീടിൻ്റെ ഒരു സ്ഥിതിയെല്ലാം നോക്ക്. ഈ വീടിൻ്റെ ഈ നിലേൻ്റെ മുകളിൽ വരെ വെള്ളെത്തിയിട്ടുണ്ട്. ആ വീടൊക്കെ പോയി, അവിടെ ഒന്നും ആളില്ല. ആ ഒരു വീട് നോക്ക്. അപ്പുറത്തെ വീടൊന്നും ഇവിടെ ഒന്നും ഇപ്പോൾ താമസം തന്നെ ഇല്ല. ഈ ഒരു സൈഡിൽ കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ട്, നല്ല താമസവും കാര്യങ്ങളൊന്നുമില്ല. നോക്ക് ഓരോരോ കല്ലിൻ്റെയും വലിപ്പം നോക്ക് നിങ്ങൾ. ഓരോരോ കല്ലിൻ്റെയും വലിപ്പം. അതിലും വലിയ കല്ലൊക്കെ അങ്ങ് ദൂരെ കാണുന്ന കല്ലെല്ലാം നോക്കി നോക്ക്. ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിൽ. അന്ന് ബാക്കിയായതൊക്കെ ബാക്കിയായതെല്ലാം നശിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു 10 മിനിറ്റ് കൊണ്ടോ ഇല്ല ഒരു 5 മിനിറ്റ് കൊണ്ടോ സംഭവിച്ച കാര്യങ്ങൾ, തകിടം മറിഞ്ഞു പോയ ഒരു സ്വപ്നങ്ങൾ നമുക്കൊക്കെ അത് ഓർക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയില്ല. ഇവിടെ വന്നിട്ട് ഈ കാഴ്ച കണ്ടപ്പോഴാണ് നെഞ്ചു പൊട്ടിപ്പോവാണ്. അങ്ങനത്തെ ഒരു വേദന ഫീൽ ചെയ്യുന്നത് നമുക്ക്. അപ്പോൾ ഇത് അനുഭവിച്ചതും ഇതിവിടെ വന്ന് അന്ന് ഇതിൻ്റെ ഉള്ളിൽപ്പെട്ട ആളുകളൊക്കെ എത്രത്തോളം അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കരച്ചിൽ വരില്ലേ? നമ്മൾ കാണുന്നത് കണ്ടുകോ, ഇത്രയും വലിയ കല്ലുകളും കാര്യങ്ങളെല്ലാം എവിടെ നിന്നൊക്കെ വന്ന് അടിഞ്ഞു കൂടിയ നമ്മൾ കാണുന്നുണ്ട്. നോക്കി നോക്ക്. ഇന്നും ഒരു വർഷമായിട്ടും ഇതിങ്ങനെ ഇതിൻ്റെ ഒരു സ്മരണ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് കല്ലുകളും മരങ്ങളും ഒരുപാട് വീടുകൾ. ഈ വീടിൻ്റെ ഒക്കെ ഈ നിലവരെ വെള്ളവും ചളി എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊന്നും ഇപ്പോൾ ആൾ താമസമില്ല. ആ വീടൊക്കെ അതിൻ്റെ മുകളൊക്കെ പോയി. ആ വീട് ബാക്കിയായിട്ടുണ്ട്, അവിടെ എത്തിയിട്ടില്ല. ഈ വീടിൻ്റെ ആ മണ്ണ് നിറഞ്ഞ സ്ഥലം നിങ്ങൾ കാണുന്നുണ്ട്. ആ വീടിൻ്റെ അത്ര ഭാഗം വരെ വെള്ളം വന്നിട്ടുണ്ട്. അന്നത്തെ ഒരു പ്രതീക്ഷ എന്തായിരിക്കും? ഒരു സെക്കൻഡ് കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന പ്രതീക്ഷ ഉള്ളിൽ ഉള്ളവരായിരുന്നോ? ഇല്ല. ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അത്രയും ഇതിലാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഓരോരോ കല്ലിൻ്റെ ഒക്കെ വലുപ്പം. ഇതൊക്കെ അവിടെയും ഇവിടെയും തൊടാണ്ട് കുടുങ്ങാതെ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്ന ഒരു സമയം നിങ്ങൾ നോക്കുക. ഓരോന്നും വന്ന് കിടക്കുന്ന ഓരോരോ കിടപ്പ്. ഈ വീടൊക്കെ പോയി. ഈ വീട്ടിലുള്ള ആളുകളൊക്കെ എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇപ്പം ജീവനോടുണ്ടോ എന്നൊന്നും അറിയില്ല. കാരണം അത്രയും വെള്ളത്തിൽ നിന്ന് നിറഞ്ഞ് കല്ലും കാര്യങ്ങളും വരുന്നത് എവിടെയാണ് അടിച്ചു പോകുന്നത്, എങ്ങനെയാണ് അടിച്ചു പോകുന്നത് ഒന്നും അറിയാത്ത ഇതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടി വന്നത്. അവിടെ ഒരു മേലൊരു ടവർ പോലെ ഒരു സാധനം കാണുന്നുണ്ട്. ഇതൊന്ന് നോക്ക്. അവിടെ കൂട്ടിയിട്ട് കല്ലൊക്കെ, കാരണം ഒരാൾക്കോ ഒരു JCBക്കോ ഒന്നും മാറ്റാൻ പറ്റാത്ത അത്രയും വലുപ്പമുള്ള കല്ലുകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കി നോക്ക്.
വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേരിട്ട് കണ്ട ഒരു നേരിട്ട് ഇപ്പം നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു വിഷമം, ആ ഒരു സങ്കടം, ഇവിടെ നമുക്ക് സന്തോഷിക്കേണ്ട ഒരു നിമിഷവും നല്ലത്. പിന്നെ ഇത് പലരുടെയും മനസ്സിൽ നിന്ന് ചിലപ്പം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഏകദേശം ഒരു വർഷമാകാനായ ഒരു സമയം ഈ വീടിൻ്റെ ഒക്കെ കാണുന്നുണ്ട് നിങ്ങൾ. ഈ വിളി പറഞ്ഞത് ആ വീടിൻ്റെ 2 തൂണ് മാത്രമേ ഉള്ളൂ. ആ വീടിൻ്റെ 2 തൂണ്, ഒരു തൂണ് മാത്രമേ ഉള്ളൂ. ആ തൂണിൻ്റെ കോൺക്രീറ്റ് വരെ പൊട്ടിപ്പോയൊരു സ്ഥിതിയിൽ എൻ്റെ കണ്ണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഓന്ത്. അത് പോയി. അപ്പോൾ നമുക്ക് ഓരോരോ ഫില്ലർ തകർന്നടിഞ്ഞ് കിടക്കുന്നത് ആ വീടിൻ്റെ പകുതി. അതായത് രക്ഷപ്പെട്ട് പോകേണ്ടിയ രക്ഷപ്പെട്ടു. അതങ്ങ് മേലോളം നിങ്ങൾ കാണുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അങ്ങ് വന്നിട്ട് തകർന്ന് വന്ന ഒരു സംഭവമാണ്. ഇവിടെ ആ വീടിനൊന്നും സംഭവിച്ചിട്ടില്ല. ഈ വീടിൻ്റെ ഒക്കെ നോക്ക്, ഈ വീടിൻ്റെ ഇപ്പുറത്തെ മൂലൊക്കെ ഏകദേശം പിന്നെ വീടൊക്കെ അപ്പാട് തകർന്നു പോയി, തരിപ്പണമായിപ്പോയി. നമുക്ക് ഇവിടെയൊക്കെ ഒരുപാട് എത്രയോ ജനങ്ങളുടെ ഒരുപാട് നാളത്തെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം കെട്ടടങ്ങിയ ഒരു നിമിഷം. ഇടയ്ക്ക് ഒരു വണ്ടിയിൽ കൊള്ളേണ്ട കല്ലിൻ്റെ വലുപ്പമുണ്ട്. ഓരോരോ കല്ലും ഇവിടെ കാണുന്നേരം അതങ്ങ് മേലോളം പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു കാഴ്ച. എന്താണ് സാധാരണ ഉരുളുപൊട്ടലുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ ചൂരൽമല മുണ്ടക്കൈയുള്ള ഈ ഒരു സംഭവം കാണാൻ പറ്റാത്തൊരു കാഴ്ച തന്നെയാണ്. നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ഒരു ഭീകരത ഇന്നും ജനങ്ങളിലേക്ക് നേരിട്ട് കണ്ടിട്ട് അറിയാത്തവരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുകയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നിൽക്കുന്ന കല്ലൊക്കെ അന്ന് വന്ന് നിന്ന കുറേ കല്ലുകളായിരിക്കും, നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏത് ഈ വീടോ? ഈ വീടിനൊന്നും പറ്റിയില്ല. ഇത് നമ്മൾ ഒരു കോറിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര കല്ലുണ്ടാവൂല. ആ വീടിന്റെ ഉള്ളിൽ ചളി കയറിക്കള്ളൂ അല്ലേ? മൊത്തമൊക്കെ പോയി. ഒരുപാട് വണ്ടികളൊക്കെ അവിടെ കണ്ടിട്ടുണ്ടോ? ഒരുപാട് വണ്ടികൾ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കുടിക്കാൻ പോലും രക്ഷപ്പെട്ടു പോവുകയില്ലല്ലോ. അത്രയും കല്ലല്ലേ വന്നതിന്റെ പിന്നാലെ വന്ന് അടിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ നടുവിൽ കൂടെ സെന്റർ കൂടെ പോയുണ്ടായിരുന്നു ചെറുതാ. എന്താ അതിന്റെ പേര്? ആടെ ഒഴുകുന്നല്ലേ? അപ്പൊ വെള്ളത്തിന്റെ ശക്തി കൊണ്ട് ദിശ മാറി വന്നാ 300 സംതിങ്ങാ. പക്ഷെ ഒരുപാട് കൈയില്ലാത്തതും കാലില്ലാത്തല്ലോ മണ്ണിന്റെ അടിയിൽപ്പെട്ടു തന്നെ. ഈ കല്ലിന്റെ ഉള്ളിൽ നിന്നൊന്നും രക്ഷപ്പെട്ട് പോരാനാകില്ലല്ലോ. ആർക്ക് പൊന്തിക്കാൻ പറ്റുക? JCB ഇങ്ങോട്ട് പോകണമെങ്കിൽ തന്നെ ഇത്രയും കല്ല് മാറ്റിയിട്ടിട്ട് പോകണ്ടേ? ഒരു കല്ലും മാറ്റാനാവില്ല. ഒരു ചെറിയൊരു കല്ല് നമ്മളെ കാലുമേൽ വന്ന് വീണാൽ തന്നെ എത്ര വേദന ഉണ്ടാവും, എത്ര കാര്യങ്ങളുണ്ടാവും. ഇത് രാത്രിയല്ലേ സംഭവിച്ചേ? അതിൽ ഉറങ്ങാതെ നിൽക്കുന്ന ആൾക്കാരിൽ എങ്ങോട്ട് ഓടാനാ? ജീവനും കൊണ്ട് ഓടാൻ പറ്റില്ല. അത്രയും വെള്ളവും ശക്തിയിലല്ല വന്ന്. ദൈവത്തിൻ്റെ ഓരോ കളികൾ. പക്ഷെ ഇങ്ങനെ ഒരിക്കലും നമ്മളൊരു ഉരുള് പൊട്ടലും ഇങ്ങനെ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഇത് കണ്ട് ഓരോരോ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നത്. എത്ര വണ്ടികളാണ് നഷ്ടപ്പെട്ടിട്ട്. അവിടെ നേരത്തെ ഒരു കാറ് കണ്ട്. എത്ര വണ്ടികൾ, 1, 2. ഓരോരുത്തരുടെ സ്വപ്നങ്ങളും കാര്യങ്ങളും ഓരോരുത്തരുടെ ജീവിത മാർഗമായിട്ടുള്ള പല കാര്യങ്ങളും ഈ മണ്ണിന് അടിയിലായിപ്പോയി എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാണ്. ഈ വീടിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ ചിലപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ വെള്ളമൊലിച്ച് പോയത് കൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു പകുതി ഭാഗം കൊണ്ടങ്ങ് പോയത്. അല്ലെങ്കിൽ ഒരു വീട് പണി കഴിയാനായ ഒരു വീടാണിത്. ഈ വീട്ടിൽ ചിലപ്പോൾ താമസമുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചളിയും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബേക്കിലോ മുന്നിലോ കല്ലും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ കാണുന്നുണ്ട്. അവിടെയൊക്കെ ഒരു കാറ് കാണുന്നുണ്ടോ? ആ കാറൊക്കെ എത്ര വണ്ടികൾ ചപ്പിച്ചളിഞ്ഞു പോയിട്ടുണ്ടാവും. എത്ര ആളുകൾ. ഇത് നോക്കി ഇങ്ങോട്ട് റെഡിക്ക് ഇവിടെയുള്ള വീടുകൾ ഇവിടെ നോക്കി രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്താൻ പറ്റുമോ? ഇങ്ങനത്തെ ഉള്ളിലുള്ള ആളുകൾ കയറി നിന്ന് രക്ഷാപ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ തന്നെ അതിലും വലിയൊരു അത്ഭുതമൊന്നുമില്ല. ഇതാ ഈ വീടിൻ്റെ ഒക്കെ തൊട്ട് അതിൽ കൂടെ പോയതാ, ഒരു മൂല കൂടെ. പക്ഷേ ആ വീടൊക്കെ പോയി, കംപ്ലീറ്റ് പോയി. എന്താ പറയുക, നോക്കി നോക്ക് നിങ്ങൾ. അതിൻ്റെ ഒരു ഭയാനകത ഇവിടെ വന്നിട്ട് കാണുക എന്ന് പറയുന്നത് അതിലും വലിയൊരു സംഭവമല്ല.
പാറ ശരിക്കും നമ്മളൊരു കോറി പോയ രീതിയിലാണ് ഇവിടെ ഈ പാറക്കൂട്ടങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ. ഒരു കോറിയിലും കൂടി ഇത്രയും പാറക്കല്ല് ഉണ്ടാകില്ല, പാറ പൊട്ടിച്ചെടുക്കണം. അത്ര പോലും ഈ പാറകൾ കൂട്ടങ്ങൾ എങ്ങനെ ഈ ഇത്രയും കുന്നിൻ്റെ മുകളിൽ ഉണ്ട് എന്നുള്ളത് നമ്മളൊന്ന് സങ്കല്പിക്കുക. അതിൽ കുറേയൊക്കെ അവിടെ തടഞ്ഞു നിന്നതൊക്കെ കാണുന്നുണ്ട്, പകുതി പൊട്ടിപ്പൊളിഞ്ഞതല്ലേ, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പുറത്തെ സൈഡിൽ കൂടെ പോയിട്ടുണ്ട് കേട്ടോ, അപ്പുറത്തെ സൈഡിൽ കൂടെ കാണുന്നുണ്ട് നിങ്ങൾ. അപ്പുറം ഒരു കല്ല് കാണുന്നുണ്ട് നിങ്ങൾ, അപ്പുറത്തെ സൈഡിൽ കൂടെ ആ ഒരു കല്ലിൻ്റെ ഭാഗത്ത് കൂടെ എല്ലാം ഒഴുകി പോയിട്ടുണ്ട്. കുറേ വീടുകൾ, ഈ വീടൊക്കെ മൊത്തം പോയി. ഇതിൻ്റെ 2 സൈഡിൽ കൂടിയാണ് പോയത്. അപ്പോൾ ആ വീടുകളൊക്കെ എന്തോ ഭാഗ്യത്തിന് ഒഴിവാക്കി കിട്ടും. ആ വീടിൻ്റെ ഒക്കെ ടാങ്കും കാര്യങ്ങളും ആ വീടൊക്കെ തകർന്ന് തരിപ്പണമായതൊക്കെ ഇതും കാണാൻ. ഇവിടുന്ന് മേലോട്ട് നമ്മൾ എന്തായാലും കുറേ കണ്ട് ഇതായി. ഇനിയിപ്പോൾ ഇനി മേലോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ തളർന്നിരിക്കുകയാണ്. കണ്ടിട്ട് കാണാൻ തന്നെ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണുള്ളത്. പിന്നെ ഇത് എത്ര കിലോമീറ്ററുകളോളം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ താഴോളം എത്ര ദൂരത്തോളം ഇങ്ങനെ കല്ല് വന്ന് കിടക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും എണീച്ച് പോകാൻ പറ്റുമോ? ഒരു രക്ഷാപ്രവർത്തനം കിട്ടിയാൽ തന്നെ എങ്ങനെ എണീച്ച് നടന്ന് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് കാണുന്നുണ്ട് നിങ്ങൾ. എന്തായാലും സങ്കല്പിക്കാനും ഇല്ലെങ്കിൽ നമുക്കതിനോട് പിന്നെ പൊരുത്തപ്പെടാനും പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഈ ഒരു വീടിൻ്റെ അകമൊക്കെ നോക്കി ചളി കടന്നിട്ട്, ഈ ഒരു വീടിൻ്റെ അകമൊക്കെ ഞങ്ങളിവിടെ ജസ്റ്റ് അപ്പോൾ നിന്ന് കണ്ട് കയറിയൊക്കെ. ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇങ്ങനൊരു കാഴ്ച നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അത്രയും ഭയാനകമായ ഒരു കാഴ്ച. നമുക്ക് ചളി കയറിയിട്ട് പൊട്ടിക്കിടന്ന് ഓരോരുത്തർ ചവിട്ടി ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള രക്ഷാപ്രവർത്തനം നടത്താനോ ഇല്ലെങ്കിൽ എന്തിനെങ്കിലും വന്നിട്ടുണ്ടാവും ആളുകൾ. കാരണം ഓരോരുത്തരുടെ കാലിൻ്റെ അടയാളം പോയത് കാണുന്നുണ്ട്. ആ തിരക്കിൽ ഓരോരുത്തർ രക്ഷപ്പെടുത്താനോ ഇല്ലെങ്കിൽ ഉള്ള സാധനങ്ങൾ എടുത്തിട്ട് പോകാനൊക്കെ നിന്ന് ആളുകളല്ലായിരിക്കും. ഇത് ബാത്റൂമിൻ്റെ കണക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒക്കെ പൊട്ടിക്കേറി കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം കാണാനിടയായി തന്നെ ഭയങ്കര. ഒരു ബെഡ്റൂം ആണിത്. ഇതൊരു ഡൈനിങ് ഹാളിൻ്റെ ഒരു കോലാണിത്. ഇവിടുത്തെ കുക്കറും പാത്രങ്ങളും ഇവിടുത്തെ ഒരു കിച്ചണിലുള്ള ഒരു രീതിയാണ്. പുതിയ വീട് പണി കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ മുന്നേ ഒന്ന് കയറി താമസിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലുള്ള ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യൻ എത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറത്തുള്ള ഒരു ഭയാനകമായ കാഴ്ച. എന്തോ ഒരു നാരങ്ങ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ മുണ്ടക്കൈ ചൂരൽമല. പക്ഷെ ഇപ്പുറത്തെന്തോ ആപ്പിൾ പോലെയും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെന്തോ ഒരു പപ്പളി നാരങ്ങ അങ്ങനെന്തോ, എന്താ എന്നുള്ള പേര് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്താണ്. ഇവിടെ കാണുമ്പോൾ തന്നെ കരച്ചിൽ വരുന്ന കേസ്. അതായത് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കൂടെ കണ്ടിട്ടുണ്ടെങ്കിലും മണ്ണിടിച്ചിലിൻ്റെതും അല്ലെങ്കിൽ അങ്ങനത്തെ ഉരുൾപൊട്ടലിലൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മൾ കുറ്റിയാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അന്നും ഒഴുകിക്കൊണ്ടിരുന്നൊരു പുഴ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് ദിശ മാറി ഒഴുകി മണ്ണിടിച്ചിൽ വന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ശരിക്കും ഒരു കോറി പോലെ നിരന്ന് കിടക്കുക. നമുക്ക് കണ്ടിട്ട് നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല. ഏതിടത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. ഓരോരോ പിന്നെ 1-2 ആനയുടെ വലുപ്പം അത്രയുള്ള കല്ലുകൾ ഒരു വണ്ടിയിലൊക്കെ കൊള്ളേണ്ട അത്രയും വലിയ കല്ലുകളാണ് കേസ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്ന പള്ളിയാണ്. ആ കാണുന്ന പള്ളീൻ്റെ കുറച്ച് മുകളിൽ നിന്നാണ് പിന്നെ ഒഴുകി വന്നത് വെള്ളം. അതായത് ഉരുൾ പൊട്ടി മണ്ണിടിച്ചൽ തുടങ്ങി ദിശ മാറി. ഇപ്പോൾ ഇവിടെയുള്ള ഈ ചെറിയ പുഴേൻ്റെ സെൻറ്ററിൽ കൂടെ ഒഴുകി ഇപ്പം പോകുന്നുണ്ട് വെള്ളം. കാരണം വെച്ചാൽ പിന്നെ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറത്ത് കൂടിയുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഓരോരോ കല്ല് നമുക്ക് എടുത്ത് മാറ്റി വെക്കാനും പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. ഈ കല്ലൊക്കെ വന്നടിഞ്ഞ് എങ്ങനെയാണോ നിന്നത് അതുപോലെ തന്നെ ഇവിടെ നിൽക്കുക. ഇത് ഏകദേശം 1 കിലോമീറ്ററുകളോളം അപ്പുറം ഈ പിന്നെ കല്ലുകൾ ഒലിച്ച് ഇല്ലെങ്കിൽ ഉരുണ്ട് പോയിട്ടുണ്ടാകും. അത് നമുക്ക് എത്രയോ വലുപ്പമുള്ള ഇതൊന്നും ഇതിനെക്കാട്ടും വലുപ്പം ഈ കാണുന്ന കല്ലുണ്ടല്ലോ, ഈ കാണുന്ന കല്ലിനെക്കാട്ടും വലുപ്പമുള്ള കല്ലുകളൊക്കെയാണ് അത് അപ്പുറത്തത്. അപ്പോൾ ഇത്രയും കല്ലുകളൊക്കെ ഈ മലേൻ്റെ മുകളിലുണ്ട് എന്നുള്ളതിന് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലാണുള്ളത്. എന്താ ചെയ്യുക? നമുക്ക് കാണുന്നേരം തന്നെ ഒരുപാട് സങ്കടം തന്നെ, ഒരുപാട് പ്രവാസികളുടെ, ഒരുപാട് മനുഷ്യജന്മങ്ങളുടെ, ഒരുപാട് സങ്കടങ്ങളുടെ, ഒരുപാട് കണ്ണീർ കടലിൻ്റെ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓരോ തരി മണ്ണിനും ഓരോരോ കല്ലിനും ഓരോരോ മരങ്ങൾക്കും എല്ലാം ഓരോരോ കഥകൾ പറയാനുണ്ടാവും. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. കാരണം ഇത് വന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ, നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ജീവിതങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ എന്തായാലും ഇപ്പം ജീവനോടെ നിൽക്കുന്നവർക്കൊക്കെ ആയുരാരോഗ്യം കൊടുത്ത് ഇനിയും മുന്നോട്ട് ഒരുപാട് അവരുടെ ആരോഗ്യത്തിനും അവരുടെ ഇനിയുള്ള വീടില്ലാത്തവർക്ക് വീട് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.
എല്ലാവിധ പ്രാർത്ഥനയും നിങ്ങളിൽ നിന്നും ഉണ്ടാവണമെന്നും ഈ വീഡിയോ കൂടെ നമ്മൾ ഈ അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ നമ്മൾ ചൂരൽമല വന്ന് കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മളുടെ പുറകിലുള്ള ഈ വീടുകളും കാര്യങ്ങളൊക്കെ ഓരോരോ പ്രവാസിയുടെയും ഇല്ലെങ്കിൽ ഓരോരോ വ്യക്തിയുടെയും ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു ഒരു വീട് എന്നത്. അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ആളുകൾ, അതേപോലെ മുണ്ടക്കയിൽ നിന്ന് വന്നിട്ട് ഒലിച്ചു വന്ന ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് ഇവിടുത്തെ ഒരു വീഡിയോ ഒന്ന് എടുക്കാം, ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നുള്ള മാത്രം, ഇത് ഒരു മഹാദുരന്തം നടന്നൊരു സ്ഥലമാണ്, നമ്മൾ സന്തോഷിക്കേണ്ട ഒരു സ്ഥിതിയല്ല ഇത്. അതുകൊണ്ട് ഇവിടുന്ന് വരുന്നവർ ഇവിടെ ഒരിക്കലും പ്രവേശനമില്ല ഉള്ളിലേക്ക് ഇവിടുന്ന് ഇവിടെ വരുന്നത്. അന്ന് എന്തായാലും ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പിന്നെ ഇവിടുത്തെ മരണപ്പെട്ടു പോയ ആൾക്കാർക്കെല്ലാം വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതേപോലെ വീട് ഇല്ലാത്തവർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വീട് വെച്ച് നൽകാനും ഇല്ലെങ്കിൽ അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനും വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി.